ഇന്ന് നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുമോ? മിക്കവാറും പറ്റിയേക്കും. സ്കൈ ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്, ചുവന്ന് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പോയി നോക്കാം. ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കൂടെ കയറി പോയി നോക്കാം. ഓ, ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. സ്കിപ്റ്റി സ്കുജോൾ എന്നായിട്ടാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ വേണ്ടെങ്കിൽ ഇവിടെ വെക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. ഞാൻ വിചാരിച്ചു ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ എന്തെങ്കിലും രജിസ്ട്രേഷൻ കൗണ്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. യു എക്സ്റ്റെൻഡ് ബൈ എക്സ്ചേഞ്ചിങ് ഐറ്റംസ് യു എക്സ്റ്റെൻഡ് ദെയർ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഇവിടെ താമസിക്കുന്നവരുടെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ളവരായിരിക്കും. എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ബുക്സ്, കുട്ടികൾക്ക് കളിക്കുന്ന സാധനം, അങ്ങനെയൊക്കെ. ഇവിടുത്തെ ബുക്സൊക്കെ എന്താ ഇവരുടെ ഐസ്ലാൻഡിക് ലാംഗ്വേജിലാണോ എന്ന് സംശയമുണ്ട്. ഒന്നും വായിക്കാൻ പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയും. നോക്കട്ടെ, ഇതാണ് സ്റ്റേഡിയം. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ നോക്കാൻ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. അതിനുള്ളിൽ കുറേ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് ക്യാമ്പിങ്ങിന് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. വീക്കെൻഡായോ? വീക്കെൻഡായോ? ആ, നാളെ ഫ്രൈഡേ. നിറച്ച വണ്ടികളുണ്ട് ക്യാമ്പിങ്ങിന്. ഇന്നലെ നടന്നപ്പോൾ കണ്ടതിലും കൂടുതൽ ഒരുപാട് വണ്ടികളുണ്ട്. സ്ഥലേ ഇല്ല, അങ്ങനെ വണ്ടികളുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് അതിൽ കൂടെ പോവാം. ഇതിൽ കൂടെ എൻട്രി ഉണ്ടോ? ഹൗ ഡു ഐ ഗോ ഇൻ? ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണാം സ്വിമ്മിംഗ് പൂള്. അത് ഇതായിരിക്കും അവരുദ്ദേശിച്ച സ്വിമ്മിംഗ് പൂള് എന്ന് വിചാരിക്കുക. ഒരുപാട് പേരുണ്ട്. ഓ, ഇവിടെയുണ്ട് ഒരുപാട് വലിയ സ്വിമ്മിംഗ് പൂളാണ്. പക്ഷെ ഇതെങ്ങനെയാണ് പോവാന്നറിയില്ല. അതിൻ്റെ മുകളിലേക്കൂടെ കയറിപ്പോയി അതിലേക്കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴെ പോയി സ്വിമ്മിംഗ് പൂളിൽ വീഴാം. അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതേ പോകുന്നുണ്ട്. നോക്ക്, നിറച്ച വണ്ടികളാണ്. ഒറ്റ ഒരു ക്യാമ്പിംഗ് സൈറ്റ് പോലും ഒഴിവില്ല. എനിക്കൊന്ന് വീക്കെൻഡ്, ലോങ് വീക്കെൻഡിൻ്റെ ഇവരൊക്കെ ഫ്രൈഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി ഓൾറെഡി. കണ്ടില്ലേ? ഓരോരാളൊരു വാനിനെ തന്നെ കൺവേർട്ട് ചെയ്ത് അതിനകത്ത് ഫുൾ സാധനങ്ങൾ കൊണ്ടുവന്ന് എല്ലാം എടുത്ത് വെച്ച് ഇരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് നല്ല കാലാവസ്ഥ. പെറ്റ് നെയിമൊക്കെ കൊണ്ട് എല്ലാവരും ഹാവിങ് ഫൺ. റൂമിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യുന്നതാണ്. ഇവരിതിൻ്റെ കൂടെ സൈക്കിളൊക്കെ വെച്ചിട്ടാണ് വന്നത്. എനിക്കത് ക്യാമ്പിങ് ചെയ്യാന്നുള്ളത് അവരുടെ ഒരു വേ ഓഫ് ലൈഫ് നല്ല രീതിയിലാണ് തോന്നുന്നത്. വലിയ വലിയ വണ്ടിയിൽ ഫുൾ ഫാമിലിയൊക്കെയാണ്. ചെറിയ വണ്ടിയിൽ ചിലപ്പം 2 പേരും അങ്ങനെയൊക്കെ. എന്നിട്ട് ഇവിടെയാണ് അവരുടെ ഇന്നലെ കണ്ട സ്റ്റേ ഓപ്ഷൻസും, ലൈക്ക് പാത്രം കഴുകുന്നതും വൃത്തിയാക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്, വാഷിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ അടുത്താണ്. സൈക്കിൾസ് ഉണ്ട് ഇവിടെ. ഇവിടെ കൊണ്ടുവന്ന് അവർ ഓടിച്ചിട്ട് ഇവിടെ കെട്ടിയിടുന്നൊക്കെ ഉണ്ട്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇഷ്ടം പോലെ സ്ഥലം ഒന്നുമില്ല, ഇങ്ങനെ തുറന്ന ഒരു പറമ്പ് അത് മാത്രമാണ് ഉള്ളത്. പക്ഷേ വന്ന് താമസിക്കുന്നവർ ഒച്ചപ്പാടും ബഹളവും എന്താ പറയുക കൊയപ്പക്കട്ടിയും ഒന്നും ആക്കാണ്ട് അവരവരുടെ കാര്യം നോക്കി ഇരുന്ന് എൻജോയ് ചെയ്ത്. ഇവരൊക്കെ ഫുൾ ഡ്രസ്സൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഇരുന്ന് ഒരു മന്തായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലിയൊക്കെയാണ്. അതുകൊണ്ട് അപ്പോൾ മറ്റുള്ളവരൊന്നും ശല്യപ്പെടുത്താണ്ട് അവരവരവരെ കാര്യങ്ങൾ നോക്കി ഇരുന്ന് എൻജോയ് ചെയ്ത്, അല്ലാണ്ട് പിന്നെ വന്നിരുന്ന് കുടി, പാർട്ടി, അടി, ഒച്ചപ്പാട്, ബഹളം, പാട്ട്, സെറ്റ് എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. പിന്നെ ക്വയറ്റായിട്ട് ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും വണ്ടികൾ അടുത്തടുത്തുണ്ട് എന്ന് പോലും നമുക്ക് തോന്നൂല. അപ്പം എല്ലാവരും അവരവരുടെ പ്രൈവറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് മറ്റുള്ളവരൊന്നും ഇൻ്റർഫിയർ ചെയ്യാണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ട് നിന്ന് അവരവരുടെ കാര്യം നോക്കി എൻജോയ് ചെയ്ത് പോവാന്നുള്ളതാണ്. അത് ഇത്ര അടുത്തടുത്ത വണ്ടികളായിട്ടും കൂടെ ആരും അങ്ങനെ ഒരു സൗണ്ട് പോലും കേൾക്കാനില്ല. ഇത്ര ആൾക്കാർ കിച്ചണിൽ പോയി ഉണ്ടാക്കുന്നു, അതിനൊന്നും ഒരാളുടെ സാധനം എടുക്കുക, അങ്ങനെ അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് തോന്നുന്നത്. തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലെത്തിയതേ അതിൻ്റെ അടുത്താണ്. ഇതിൻ്റെ പിറകേക്കുള്ളിൽ കൂടിയാണ് ഞാൻ നേരത്തെ നടന്നു വന്നത്. ഇതിൻ്റെ
ഇൻ ആൻഡ് അറൗണ്ട് ഓൾറെഡി ഞാൻ ഒരുവിധമൊക്കെ നടന്നു, എല്ലാം കണ്ടു. രണ്ടുപേര് പോകുന്നുണ്ട്. ഉണ്ടോ ആക്ച്വലി എടുക്കാന്നൊക്കെ അവർക്ക് വിചാരിച്ചു. പിന്നെ ബാലൻസ് ഒന്നും ഇല്ലാണ്ട് അത് അവർക്ക് 2 എണ്ണം കിട്ടാൻ വേണ്ടി. പിന്നെ അപ്പോൾ അവർക്ക് 2 എണ്ണം ഉണ്ടായിരുന്നുണ്ടാവില്ല ആ പോയിന്റിൽ. അപ്പോൾ അവിടുന്ന് ഒന്നിനകത്ത് 2 ആളും കൂടെ കയറിയിട്ട് അടുത്ത പോയിന്റിൽ വന്ന് അവിടെ ഇറങ്ങി. അവിടെ ഒരു സൈക്കിളും കൂടി ഉണ്ട്, സ്കൂട്ടർ എന്ന് പറയും, സ്കൂട്ടറും കൂടി ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പോകാൻ വേണ്ടി അവിടെ ഇറങ്ങി. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന അവരെന്തെങ്കിലും ഇവിടെ ആരുടെ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ കുറേ നടക്കാൻ സ്ഥലമുണ്ട്, കുറേ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക്. സ്കൈ ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട്. 8 മണിയായി സമയം. ഐ തിങ്ക് ഇത് സൺസെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ എന്താ ആ കളറിങ്ങനെ ചുവന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഡാർക്ക് ആയിട്ടില്ല, ഡേ ലൈറ്റാണ് ഇപ്പോഴും. ഞാൻ നോർത്തേൺ ലൈറ്റ് കാണാൻ പോവാണ്. റെഡിയായി 9:30ക്കാണ് പിക്കപ്പ്. അപ്പം ഞാനിവിടെ റെഡിയായി ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ റൂമിലുണ്ടായിരുന്ന ഇന്ന് വന്ന ആ ജാപ്പനീസ് ഗേൾ, അവരും അതിന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വിത്ത് എ ഡിഫറെൻറ്റ് ടൂർ ഏജൻസി. അപ്പോൾ അവരുടെ 9 o'clock ആയിരുന്നു പിക്കപ്പ്. ഇവിടെ ഇവർ പിറകിൽ കാണുന്നില്ല, ഒരു കുഞ്ഞ് ചെറിയ പിക്കപ്പ് ഇതാണ്. അപ്പോൾ അവരുടെ വണ്ടി വന്ന് അവരെ പിക്കപ്പ് ചെയ്തു. 9 o'clock 9:30 ആയി അവർക്ക് വരാൻ. അപ്പോൾ എൻ്റെതും എനിക്കൊന്ന് അവിടെ നിന്ന് ഓരോന്നായിട്ട് വരാൻ ടൈം എടുക്കുമായിരിക്കും. ആൻഡ് അപ്പോൾ അവരും പിക്കപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. രാത്രി ഇപ്പം അതിൻ്റെ ഒരു സീസണാണെന്ന് തോന്നുന്നുണ്ട്. ആ കുട്ടി ഒരു കുഞ്ഞു പെണ്ണ്, ലൈക്ക് വെരി ക്യൂട്ട്. ജാപ്പനീസ് ആൾക്കാരറിയാമല്ലോ, ഇങ്ങനെ കുറച്ച് ചെറുത് മെലിഞ്ഞ് ഒരു കാണുമ്പോൾ ഒരു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടീനെ അത്രക്കേ ഉള്ളൂ. ഷി ബീൻ ട്രാവലിംഗ് ലൈക്ക് ലാസ്റ്റ് 42 days. കഴിഞ്ഞ 42 ദിവസമായിട്ട് ട്രാവൽ ചെയ്യാണ് ത്രൂ ഔട്ട് യൂറോപ്പ് ആൻഡ് UK. ആൻഡ് എനിക്കൊന്ന് നാളെ മറ്റവരുടെ ലാസ്റ്റ് ഡേ ആണ്, നാളെ തിരിച്ചു പോവാണെന്ന്. പിന്നെ കുറേ യൂറോപ്പിലെ കുറേ കൺട്രീസൊക്കെ കണ്ടു ഒറ്റയ്ക്ക്. പിന്നെ ട്രാവൽ ചെയ്ത് ജാപ്പനീസ് അവർക്ക് ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ അവൾ സംസാരിക്കുന്നുണ്ട്, കുറച്ചൊന്ന് തപ്പിത്തടഞ്ഞിട്ടാണെങ്കിൽ പോലും സംസാരിക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് പോലും പറയാത്ത കുറേ രാജ്യങ്ങളാണല്ലോ. ഇപ്പം നമ്മൾ ജർമ്മനിയിലും അടിയിലൊന്നും പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷൊന്നും അത്ര ആരും അധികമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്തെ എല്ലാ രാജ്യങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളൊന്നുമല്ല. അപ്പോൾ എന്നിട്ട് ലൈക്ക് 42 days. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നിപ്പം നോർത്തേൺ ലൈറ്റ്സിൻ്റെ ബുക്ക് ചെയ്തിട്ട് പോവാണ്. സോ വെരി എഫിഷ്യൻറ്റ് ആൻഡ് സോ ഹാപ്പി ടു സീ അങ്ങനെയുള്ള കുട്ടികളെ ലോകം കാണാൻ വേണ്ടി ഇറങ്ങി ചെറുപ്രായത്തിൽ അതിനുള്ള ധൈര്യം കാണിക്കുകയും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയും അങ്ങനെ ഒരു കാര്യം ചെയ്യുകയും. ഒരു 42 ദിവസം എന്ന് വെച്ചാൽ ഒരു 1.5 മാസത്തിൻ്റെ ടൈമേ ഉള്ളൂ. പക്ഷേ ഐ തിങ്ക് അത് ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ആ ഏജിൽ കൊടുക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 45 days പ്ലസ് ഡെഫിനറ്റ്ലി മണി, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഏജിൽ അവർക്ക് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതായിരിക്കും. അത് എനിക്കൊന്ന് അവരെ ലൈഫ് ലോങ് അത് അവരുടെ കൂടെ നിൽക്കും. പിന്നെ ജപ്പാനിലൊക്കെ ഉള്ളവർ അങ്ങനെ ഒരുപാട്, ഒന്നാമത് ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ പുറത്ത് നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് കണ്ടിട്ടില്ല. ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുണ്ടാവുന്നല്ലാണ്ട് അങ്ങനെ ഒത്തിരി. ഇപ്പോൾ ഇവള് ഇത്രയും ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പെട്ടിയും, അവളെക്കാണി വലിയൊരു പെട്ടിയുണ്ട് അവളുടെ കയ്യിൽ, ഒരു കുഞ്ഞു പെണ്ണും ക്യൂട്ട്. അവരുടെ വർത്താനം ഇതൊക്കെ ഭയങ്കര പൊളൈറ്റാണ്. അവർ ഓവർലി പൊളൈറ്റാണ് അവർ. അപ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നി എനിക്ക്. സോ ഹാപ്പി ടു നോ ദാറ്റ്. ആ ഏജിലൊന്നും എനിക്കൊന്നും എന്താ പറയുക അന്തും കുന്തും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നോ ക്ലൂ അബൌട്ട് ലൈഫ് എന്ന് ഉള്ള പോലെയൊക്കെ ആയിരുന്നു. ഞാൻ എത്ര ഏജാണെന്നൊന്നും ചോദിച്ചിട്ടില്ല, പിന്നെ എന്താ ചെയ്യണമെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. നോർമലി അവരെ കണ്ടാലും നമുക്ക് ഏജൊന്നും തോന്നില്ല. വർത്താനം വരുന്നൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. 9 മണിയാകുമ്പോൾ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഇപ്പോഴാണ് പോയത്. ഇതാ അവരുടെ വണ്ടി പോവാണ്. അപ്പം എൻ്റെത് കാണിച്ചിട്ട് അയാൾ പറഞ്ഞു ഒരു ഓറഞ്ച് കളർ ഇതെല്ലാം ബസ്സാ വരാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു.
തന്നെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കാണുന്നില്ല. തണുത്ത് വറക്കുന്നുണ്ട്. ഞാൻ കറങ്ങി തിരിഞ്ഞ് പിന്നെയും കോഫീൻ്റെ അടുത്ത് എത്തി. ഞാൻ ഇന്ന് എവിടെയും പോയില്ല. സോ ഫാർ ഓൾറെഡി സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡേ ആയി. നല്ല തിരക്കായിരുന്നു, പണിയായിരുന്നു രാവിലെ തന്നെ. പിന്നെ ഇന്നലെ രാത്രി നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോയിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഓൺലി തിങ് സ്ലീപ്പ് ഡിസ്റ്റർബായി. രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. ചെറിയൊരു തലവേദന. എനിക്ക് ഇന്നലെ തലവേദനിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. നോർമലി വെള്ളം കുടിക്കാത്തതുകൊണ്ട് എന്ന് പറയും, പക്ഷെ അതുകൊണ്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇന്നലെ ഇവിടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കുടിക്കൽ കുറവ് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇന്നലെ രാത്രിയെ എനിക്ക് ചെറുതായിട്ട് തലവേദനിക്കുന്നുണ്ട്. ആ തണുപ്പിൽ പോയിട്ട് നിന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് വേഗം ഉള്ളിൽ കയറി വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കുറേ നേരം. പക്ഷെ എങ്ങനെയും നോർത്തേൺ ലൈറ്റ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം പണി നടക്കുന്നുണ്ട് അത്രയും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം പൂളിൽ ഇന്നലെയൊക്കെ പോയി നോക്കിയ പൂളിൽ പോകണമെന്ന് മനസ്സിൽ. ഏറ്റവും വലിയ ജിയോ തെർമൽ പൂളാണ് അത്രേ. അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോകുന്ന മോശമല്ലേ. അപ്പം ഇപ്പോൾ ഉച്ചയായ 2:30 ആയത്. ടൈമുണ്ട് പോവാൻ, 1 മണിക്കൂറും കൂടെ വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പോവാം. അതിനിടയിൽ ഒരു കോഫി കുടിച്ച് നോക്കാം. ഇവരുണ്ടാക്കുന്ന ഇവരുടെ തന്നെ ഫിൽറ്റർ കാപ്പി എന്നാണ് പറയണത്. നമ്മുടെ ക്യാപ്പിച്ചിനോ അല്ല, കാപ്പി. എത്ര 450 രൂപയോ അങ്ങനെ എന്തോ പറയും. സ്വിമ്മിങ് പൂളിൻ്റെ സ്ഥലം ഐ തിങ്ക് ഫൈനലി ഞാൻ അതിൻ്റെ ഒരു എൻട്രി കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിറച്ചും വണ്ടികളൊക്കെ നിർത്തിയിട്ട് എന്താണ് ഉണ്ടോയെന്ന് അറിയില്ല. ഇനി ഇവിടത്തേക്ക് വരുന്നവർ തന്നെയാണ്, ഇനി വേറെന്തെങ്കിലും ആണോ, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. വണ്ടി കാണുന്നുണ്ട്, ആൾക്കാരെയൊന്നും കാണാനില്ല. ഇത് തുറക്കുമാവോ? ഈശ്വര, സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പൂളിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. ഇതൊക്കെ എല്ലാം നല്ല ഡീറ്റെയിൽസ് വന്നിട്ട് ഇത് നോക്കുന്നു. 1.5 മണിക്കൂർ ജിയോ തെർമൽ പൂളിൽ എന്താണ് ജസ്റ്റ് ബോഡി ഇതാക്കി വെച്ച് സ്വിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇപ്പം നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിന് കുറയുന്നുണ്ട്. പിന്നെ ഇതാണ് ലേഡീസ് ചേഞ്ച് റൂം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ അലൗഡ് അല്ല. ഷൂസൊക്കെ ഇവിടെ വെച്ച് അവിടുന്ന് ഡ്രസ്സ് മാറി കുളിച്ച് പിന്നെ എന്താണ് നമ്മുടെ സ്വിമ്മിങ് പൂളിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഉള്ളിലേക്ക് പോകേണ്ടത്. പിന്നെ ഒരു ലേഡി അവിടെ ഓൾ ദ ടൈം ഉണ്ട്, ക്ലീൻ ആക്കുന്നുണ്ടെന്ന്. പക്ഷേ എല്ലാവരും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടെല്ലാം ചെയ്തിട്ടാണ് ഉള്ളിൽ കയറുന്നത്. വെറ്റായ പോർഷനും നനഞ്ഞതും നനയാത്തതും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒക്കെ മാറ്റി അതാക്കിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. എല്ലാവരും ഒരു ഉടുതുണി ഇല്ലാണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അതിനുള്ളിലുള്ളത്. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു മിനിമം ക്ലോത്തിങ് ഇട്ട് നിൽക്കുമ്പോൾ പോലും അവർ നമ്മളെ നോക്കുകയാണ്. ഇവളെന്തായത് മാറ്റി, നമ്മളൊന്നും ഇടാണ്ടിരിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. എല്ലാവരും എന്താ പറയുക, നഗ്നം അങ്ങനെയാണ് അതിനകത്തുള്ളത്. പക്ഷേ ഇത് ഫുൾ ടൈം ലൈക്ക് നമ്മളൊരു ടിക്കറ്റ് ഇതെടുത്ത് കയറി കഴിഞ്ഞാൽ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പം അതിനങ്ങനെ പ്രശ്നം ഇതില്ല, എത്ര മണിക്കൂറൊന്നുമില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നുള്ളത് മാത്രം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇപ്പം ഞാൻ കുളിച്ചത് ഇനി 2 മണിക്കൂർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ആ പൂളിലേക്ക് പോകണമെങ്കിൽ പോവാം. പൂളാണെങ്കിൽ 38 ഡിഗ്രി, ഈ 13 ഡിഗ്രിയാണ് പുറത്തെ ടെമ്പറേച്ചർ. അപ്പം നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് മാറ്റി ചൂടുവെള്ളത്തിലാണ് മേല് കഴുകി പോകുന്നുണ്ടെങ്കിൽ തന്നെ തണുത്ത് വിറക്കും. കുറച്ചും കൂടെ അങ്ങോട്ട് പുറത്തിറങ്ങാനുണ്ട്. ഇറങ്ങുമ്പോൾ അന്നേരമാണ് ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ട്. 38 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പുക പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇറങ്ങി ഇങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ അത്ര ചൂട് അത്ര ഇങ്ങനെ പൊള്ളുന്ന പോലെയൊന്നുമില്ല. സ്വിമ്മിംഗ് പൂൾ കുറച്ചും കൂടെ ലോവർ ടെമ്പറേച്ചറാണ് വന്നത്. അപ്പോൾ അതിനാദ്യം ഞാൻ ഇറങ്ങി. പക്ഷേ എന്നിട്ടും തണുക്കുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ ചൂടിൽ അതിനകത്ത് കയറി. 38 ഡിഗ്രി നാച്ചുറലി ഹീറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ജസ്റ്റ് ബോഡി അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക ഇമേഴ്സ് ചെയ്തിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എല്ലാവരും നിൽക്കുകയാണ്. ഭയങ്കര സുഖമായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ കാല് ജസ്റ്റ് ഇങ്ങനെ പൊന്തിക്കുമ്പം നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യും. കാരണം പുറത്ത് 13 ഡിഗ്രിയും ഉള്ളിൽ 38 ഡിഗ്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്.
ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല. $US ലൈക്ക് $11.5 ഡിഡക്റ്റ് ആയത്. ഇവരുടെ പ്രൈസ് നോക്കുമ്പം 1300 സംതിങ്. അപ്പോൾ എനിക്കൊരു ഭയങ്കരമായ പൈസയായിട്ട് തോന്നിയില്ല. കാരണം ടൈം റെസ്ട്രിക്ഷനും ഇല്ല. ഒരു ഹാഫ് ആൻ അവറിനൊക്കെയാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് എന്ന് പറയാം. പക്ഷെ നമുക്കത് എത്ര വേണമെങ്കിലും ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യാം. കുട്ടികളും ഫാമിലിയും അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് അതിനകത്ത്. പിന്നെ ഡിപ്പെൻസ്, കുറച്ച് ആൾക്കാർ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്കിരുന്ന് മതിയായി. പിന്നെ പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ താമസിക്കുന്ന ഡെലൂർ ഹോസ്റ്റലിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ഇന്നലെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടല്ലോ, അത് പിറകിലാണ്. സ്റ്റേഡിയമാണ്, സ്റ്റേഡിയത്തിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ വായിക്കുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ലേഡീനെ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ്, എനിക്ക് ഇന്ന് വരാൻ പറ്റി. കാരണം ഇന്ന് എനിക്ക് ജോലി ആയത് കാരണം വേറെ എവിടെയും പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഇത് ചെയ്തു. നാളെ രാവിലെ പിന്നെ ഞാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ 2018 യൂറോപ്പ് ട്രിപ്പ് ചെയ്തപ്പം ഏതോ ഒരു കൺട്രി എത്തിയപ്പോൾ, എനിക്കൊന്ന് ബെർലിനാണോ എന്ന് സംശയമുണ്ട്. അവിടെ എത്തിയപ്പം ഇങ്ങനെ ഒരു പൂളിലേക്ക് നമ്മൾ എൻട്രി എടുത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് മോർ ടൂറിസ്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. അവിടുത്തെ ഒരു വൺ ഓഫ് ദ ടൂറിസ്റ്റിക് പ്ലേസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി നമ്മൾ പേ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ നിറച്ചു ആൾക്കാരായിരുന്നു. അത് ക്രൗഡഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇതിപ്പം എന്താ റെഗുലർലി വരുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ, കുട്ടികളെയും ഒക്കെ കൊണ്ട് ഇതിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് താമസിക്കുന്നത്. പിന്നെ വലിയ പോപ്പുലേറ്റഡ് കൺട്രി അല്ലാത്തതുകൊണ്ട് തന്നെ അകത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. സോ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഹെൽത്ത് സ്പ്രിങ്സ് ഓഫ് ദ നോർത്ത് എന്ന് പറഞ്ഞിട്ട് പൂൾസ് ആർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഐസ്ലാൻഡിക് ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ഹോട്ട് പൂളിൽ സ്വിം ചെയ്യുക എന്നുള്ളത്. അവരുടെ ഹെൽത്തിൻ്റെ ഒരു ഇതായിരുന്നു എന്നൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. മുന്നേ അതിനെ ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങനത്തെ പൂൾസൊക്കെ ഉണ്ട്. 170 സ്വിമ്മിങ് പൂൾസ് ഉണ്ട് ഇങ്ങനെ ഉള്ളത്. ഇത് ജിയോ തെർമൽ ഇത് ഉപയോഗിച്ചിട്ടാണ് അതിനെ ചൂടാക്കിയിട്ട് ഇടുന്നതെന്നാണ് പറഞ്ഞത്. ജിയോ തെർമൽ വാട്ടർ, ദ മെജോറിറ്റി ഓഫ് ദീസ് പൂൾസ് ആർ ഹീറ്റഡ് വിത്ത് ജിയോ തെർമൽ വാട്ടർ. അതർ സ്വിമ്മിങ് പൂൾസ് ആർ ഹീറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി. Some pools use geothermal water by letting it flow through heat exchange using to heat up cold water. അപ്പോൾ ഇത് വോൾക്കാനിക് ഇതൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടുന്ന് വരുന്ന വെള്ളത്തിന് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവും. ഹോട്ട് ആൻഡ് കോൾഡ് മിക്സാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് പൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ. ഇതാണ് മറ്റേ ഹോട്ട് ബാത്ത് ഇതെന്ന് പറഞ്ഞത്, ടബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഇമേഴ്സ് ചെയ്ത് നിൽക്കാം ഇവിടെയും. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ അപ്പുറത്തുള്ളതാണ് വലിയ സ്വിമ്മിങ് പൂളാണ്. അപ്പോൾ നമുക്ക് എൻഡ് ടു എൻഡ് സ്വിം ചെയ്യാൻ പറ്റുന്ന ഇത്. ഒന്ന് കുട്ടിയൊക്കെ ഉള്ളത് പാർട്ടീഷനുണ്ട് വേറെ, അങ്ങനെയൊക്കെ ഏകദേശം അതുപോലെയാണുള്ളത്. വലിയതാണ്, ഒരു ചിലപ്പോൾ ഇഷ്ടംപോലെ റൂംസും കാര്യമൊക്കെ ഇല്ല. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഇൻഡോർ പൂള് 28 ഡിഗ്രി ആയിരുന്നു. അവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ലോണം തണുപ്പ് തോന്നി. എന്നിട്ട് പിന്നെ തിരിച്ച് ഇതാണ് പിന്നെ പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള 38 ഡിഗ്രീൻ്റെ പിന്നെ ഹോട്ട് ടബ് പോലെയില്ല, അതാണ് ഈ സൈഡിലുള്ളത്. അത് കഴിഞ്ഞിട്ട് മിനി ഗോൾഫൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഫുൾ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് ലോക്ക് റൂം, ചേഞ്ച് റൂം, അതന്നെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഹീറ്റഡ് പോട്ട്. ഞാൻ 38 ഡിഗ്രിയിലാണ് കയറിയത്. അങ്ങനെ ഓരോരോ ടെമ്പറേച്ചർ ഉണ്ട്. മെയിൻ പൂൾ അതാണ്. ഇത് 31 ഡിഗ്രി. ഞാൻ 28 ഇറങ്ങിയത്. ഭയങ്കര തണുപ്പായിരുന്നു. എന്നിട്ട് 38 ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇപ്പുറത്തെ സ്ഥിതി ഞാൻ കണ്ടില്ല. ഈ ഉള്ളിലാണോ, അണ്ടർഗ്രൗണ്ട് ആണോ ഒന്നില്ല, സ്റ്റെയർ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. Hi. What's your name? Please ask before you do it. Okay. This is Rocky, Forky and Drago. Okay, nice. ഇത് അവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമുള്ള സീ സൈഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇന്നലെ ബസ്സിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മളെ ബസ് ടേൺ ചെയ്ത് പോയത്. ഒരു നടന്നൊരു 10-15 മിനിറ്റ് നടക്കേണ്ട ദൂരമാണുള്ളത്. പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്.
ഞാൻ ആദ്യമായിട്ട് ഈ ഹോപ്പിന്റെ സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അത് ബോൾട്ടിൻ്റെതും ഉണ്ട്, ഹോപ്പിൻ്റെതും ഉണ്ട്. അപ്പം ഡാലൂർ ഹോസ്റ്റലിന്റെ മുന്നിൽ ഈ ഹോപ്പിൻ്റെതാ ഉണ്ടായിരുന്നേ, HOPP. അപ്പം അത് നമ്മൾ പിന്നെ എന്താ പറയുക, സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഇട്ടിട്ട് പിന്നെ വീണ്ടും സ്കാൻ ചെയ്തിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 15 km/h എന്നൊക്കെയാണ് അതിന്റെ അലൗഡ്. അയ്യോ മഴ പെയ്യുന്ന അലൗഡ് ഇത്. പക്ഷെ ഞാനൊരു 8, 9, 10 വരെയൊക്കെ ഓടിച്ചിട്ടുള്ളൂ. എനിക്കതൊക്കെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് ഉന്തിട്ട് പോകുന്നില്ല. ഞാൻ വെച്ചാൽ ഗിയറൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ആക്കാം. അതൊന്നും കാണുന്നില്ല. സ്റ്റോപ്പ് ബ്രേക്ക് ഉണ്ട്, അത്രേ മനസ്സിലാവുന്നുള്ളൂ. പിന്നെ വേറൊരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അതിന് മുകളിൽ നമ്മൾ കയറി നിന്നിട്ട് കാലൊന്ന് നല്ലോണം പുഷ് ചെയ്ത് ഇങ്ങനെ അതിനൊരു കൈനറ്റിക് എനർജി എന്താ പറയാ, ഒന്ന് പുഷ് ചെയ്ത് അതിങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് അത് പോകുന്നത്. ഒരു സൈക്കിൾ ബാലൻസ് വേണം. 2 ആളൊക്കെ അതിനകത്ത് കയറി പോകുന്ന കണ്ടിട്ടുണ്ട്, സ്ഥിരമായിട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ സൈക്കിൾ ബാലൻസ് ഉള്ളതിന് ചെയ്യാം, എടുത്തിട്ട് പോവാം. എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എത്തി. പക്ഷെ അത് ഞാൻ ചോദിച്ചു ഇവിടെ പാർക്ക് ചെയ്യാന്ന്, കാരണം ഇവിടെ ഓൾറെഡി ഒന്നുണ്ട്. പക്ഷെ അത് ബോൾട്ടിന്റെ അലൗഡ് ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പാർക്ക് ചെയ്തിട്ട് ഞാൻ എൻഡ് റൈഡിന്ന് ചെയ്യുമ്പം പിന്നെ ദിസ് ഇസ് നോട്ട് ദ അലൗഡ് പാർക്കിംഗ്, പ്ലീസ് മൂവ് ദ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇനി അറിയില്ല, കാരണം എന്റെ കാർഡ് അതിലിട്ടിരിക്കുകയാണ്. അപ്പൊ പൈസ എന്ന് പോയിക്കൊണ്ടിരിക്കും. എത്രയോ അലൗഡ് മിനിറ്റും പിന്നെ അലൗഡ് എത്രയോ മിനിറ്റ് പോസ് ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ടിപ്പോ ഫൈനലി ഒന്നും മനസ്സിലാവാണ്ട് അതിന് പോസ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. എന്റെ കാർഡിൽ നിന്ന് പൈസ തീരുമ്പോഴേ എനിക്ക് എത്രയാണ് അത് ഡിഡക്ട് ചെയ്തെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ എത്ര 39 minutes, അതിൽ 10 minutes മറ്റും പോസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് എങ്ങനെയല്ല ഇനിയിപ്പം തിരിച്ചു പോകണം. പക്ഷെ ഐ എം ഹാപ്പി. എനിക്കത് ഉപയോഗിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പേടിച്ച് ഞാൻ ഇന്ന് വരെ ഉപയോഗിക്കാണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 15 minutes അതിലാ വന്നേ. പിന്നെ അത് ഞാൻ എന്ത് വിചാരിച്ചു, റോഡ് ക്രോസ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് അഥവാ ചെയ്യാൻ പറ്റാതെ പൊന്തിച്ചോണ്ട് പോകാം. പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ്, അത് അനങ്ങുന്നൊന്നുമില്ല. അത് പോകാൻ പറ്റുന്ന റോഡിലെ കൂടെ തന്നെ നമ്മൾ പോകണം. അല്ലാണ്ട് ഇങ്ങനെ ഷോർട്ട് കട്ട് എടുത്ത് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല ഇത് ഇത്ര വെയിറ്റ് ഉണ്ടെന്ന്. പിന്നെ അതിന്റെ ആ ഇതിൽ ഹോൾട്ട് വെച്ച് കഴിഞ്ഞാല് അത് ലോക്കാവും. പിന്നെ അൺലോക്കുന്ന ആപ്പിൽ പോയിട്ട് അൺലോക്ക് ചെയ്താൽ മാത്രമേ അത് അൺലോക്ക് ആവുള്ളൂ. പക്ഷെ ഈസി കമ്മ്യൂട്ടിന് വേണ്ടി ത്രൂ ഔട്ട് യൂറോപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നെവർ ട്രൈഡ്, സോ ദിസ് ടൈം ഐ ട്രൈഡ് ദാറ്റ് ഓൾസോ. ഇത് ഞാൻ അതേപോലെ തന്നെ അതേ പോയിന്റിൽ അവിടെ കൊണ്ട് തിരിച്ചു വെക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എൻ്റെ ആരോഗ്യത്തിന് അതായിരിക്കും മിക്കവാറും നല്ലത്. പിന്നെ എങ്ങനെയും മഴയും പെയ്യുന്നു. അപ്പോൾ ഇവിടെ നിൽക്കാനുള്ള ഇതില്ല, തിരിച്ചു പോവാം. അപ്പോൾ തണുപ്പുണ്ട്. ഞാൻ കൈക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ എനിക്കിനി തിരിച്ചു പോകാൻ വഴി അറിയില്ല. അതാണ് അതും ഒരു പ്രശ്നമാണ്. ഞാൻ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ ടേൺ ചെയ്തിട്ടാണ് വന്നത്. ഈശ്വര, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ എനിക്കിനി. തിരിച്ചെത്തി. 1800 ഇവിടുത്തെ പൈസയാണ് ആയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഏകദേശം നമ്മളുടെ 1500 രൂപേൻ്റെ അത്ര ആയിട്ടുണ്ടാവും. പോസ് ചെയ്തതിന് ഒരു ചാർജ്, പിന്നെ അതിൻ്റെ വാറ്റ്, അൺലോക്ക് ചെയ്തതിൻ്റെ ഒരു ചാർജ് ഒക്കെ കൂടെ അപ്ലൈ ചെയ്തു. പക്ഷേ അതൊക്കെ 150, 120 അങ്ങനെ. പക്ഷെ ടോട്ടലായിട്ട് 1500 2.5 കിലോമീറ്ററാണ് ഞാൻ ഓടിച്ചത്. 49 minutes എന്നാണ് കാണിക്കുന്നത്. അത് കൂടുതലാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ബസ്സിന് എത്രയാണ് അന്ന് ചാർജ് കൊടുത്തിട്ടില്ലെന്ന് പിന്നെ കാർഡിൽ നോക്കേണ്ടി വരും. അപ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ജസ്റ്റ് ഫോർ എൻ എക്സ്പീരിയൻസ് അത് എടുത്തു എന്നേ ഉള്ളൂ. അവിടെ കൊണ്ടുവച്ച് പാർക്കിങ്ങിൻ്റെ പിക്ചറും ഒക്കെ എടുത്ത് എന്താണ് പബ്ലിക് പ്ലേസ് ബ്ലോക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചെവിടെ എത്തി. എന്തെങ്കിലും ഡിന്നറിന് കഴിക്കാം. ഇന്നും കൂടി കഴിക്കണ്ടു. നാളെ രാവിലെയും. എൻ്റെ അതിനകത്ത് മുട്ടയും ടൊമാറ്റോ ഉണ്ട്, ബ്രെഡും എല്ലാം ഇരിപ്പുണ്ട്.